എല്ലാ പ്രവൃത്തികൾക്കും ഒരു പരിണത ഫലമുണ്ട്. അത് ആരും അറിയാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും. പക്ഷേ ജീവിതത്തിൽ നിയന്ത്രണാതീതമായ കാര്യങ്ങൾ വന്നു ചേരുമ്പോൾ എന്താണ് ചെയ്യുക? കേൾക്കാം ഇന്നത്തെ ശുഭദിന ചിന്ത. നമസ്കാരം, ഞാൻ കവിത കണ്ണൻ. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത്വേണി ഹെയർ എലിക്സിയർ. കൊട്ടാരത്തിലെ തോട്ടത്തിൽ ധാരാളം ഫലങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. കൊട്ടാരം തോട്ടക്കാരൻ എന്നും തോട്ടത്തിൽ നിന്നും നന്നായി വിളഞ്ഞ ഫലങ്ങൾ നോക്കി രാജാവിന് നൽകും. അന്ന് തോട്ടത്തിലെത്തിയപ്പോൾ കരിക്കും പേരക്കയും മുന്തിരിയും പാകമായി നിൽക്കുന്നുണ്ട്. തോട്ടക്കാരൻ അന്ന് മുന്തിരിയാണ് തിരഞ്ഞെടുത്തത്. നല്ല വിളഞ്ഞ മുന്തിരി രാജാവിന് നൽകാൻ വന്നപ്പോൾ രാജാവ് വളരെ ദേഷ്യത്തിൽ ഉലാത്തുന്നതാണ് കണ്ടത്. മുന്തിരിക്കുട്ട രാജാവിന് അരികിൽ വെച്ച് അയാൾ മാറി നിന്നു. രാജാവ് ഇടയ്ക്കിടയ്ക്ക് ഓരോ മുന്തിരി എടുത്ത് കഴിക്കും. അതെടുത്ത് തോട്ടക്കാരനെ നോക്കി എറിയും. അശ്രദ്ധമായ ആലോചനയ്ക്കൊടുവിൽ സംഭവിക്കുന്നതാണ് ഇതെന്ന് തോട്ടക്കാരന് മനസ്സിലായി. ഓരോ തവണയും മുന്തിരി തലയിൽ വന്ന് വീഴുമ്പോഴും തോട്ടക്കാരൻ ദൈവത്തിന് നന്ദി പറയും. കുറച്ചു നേരം കഴിഞ്ഞ് തന്റെ പ്രവൃത്തിയിൽ സ്വയം ശ്രദ്ധാലുവായ രാജാവ് തോട്ടക്കാരന്റെ നന്ദി പറച്ചിൽ കേട്ട് ചോദിച്ചു, ഞാൻ തന്റെ തലയിലേക്ക് മുന്തിരി എറിയുമ്പോൾ എന്തിനാണ് നീ ദൈവത്തിന് നന്ദി പറയുന്നത്? തോട്ടക്കാരൻ പറഞ്ഞു, ഇന്ന് തോട്ടത്തിൽ കരിക്കും പേരക്കയും കൂടി വിളഞ്ഞിരുന്നു. മുന്തിരിക്ക് പകരം കരിക്കോ പേരക്കയോ ആണ് ഞാൻ അങ്ങേക്കിന്ന് നൽകിയിരുന്നതെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ? രാജാവ് പൊട്ടിച്ചിരിച്ചുപോയി. എല്ലാ പ്രവൃത്തികൾക്കും ഒരു പരിണത ഫലമുണ്ട്. ഒരു കർമ്മവും അതിൽ തന്നെ അവസാനിക്കുന്നില്ല. ആരും അറിയാതെ ചെയ്യുന്ന കാര്യമാണെങ്കിൽ പോലും അത് ചെയ്യുന്നതിന് മുൻപും ശേഷവും സൃഷ്ടിക്കപ്പെടുന്ന സമ്മർദ്ദമുണ്ട്. അത് തുടർ പ്രവൃത്തികളിലും പ്രകടമാകും. നമ്മുടെ ഓരോ വാക്കും പ്രവൃത്തിയും നല്ല ഫലങ്ങളാണ് പുറപ്പെടുവിക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയാൽ ചുറ്റുപാടുകൾ വളരെ ക്രിയാത്മകമായി മാറിയേനെ. പക്ഷേ എത്ര ശ്രമിച്ചാലും നല്ലത് മാത്രമേ സംഭവിക്കൂ എന്ന് നമുക്ക് ഉറപ്പാക്കാനാവില്ല. അവിചാരിതമായും നിയന്ത്രണാതീതമായും പലതും കടന്നു വരും. ശുഭാപ്തി വിശ്വാസിയാവുക എന്നതാണ് ഏക പോംവഴി. അത്തരം സാഹചര്യങ്ങളിലും പുതിയ സാധ്യതകൾ കണ്ടെത്തുക, സ്വയം പുനഃക്രമീകരിക്കുക. ശുഭദിനം.